പരമ്പരാഗതമായി BJP തമിഴ്നാട്ടിൽ ദുർബലമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് തമിഴ്നാട്ടിൽ എല്ലാ മേഖലകളിലും തന്നെ ഗ്രാമപ്രദേശങ്ങൾ മുതൽ പട്ടണങ്ങളിൽ വരെ BJPയുടെ ഒരു തേരോട്ടം നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന ഇലക്ഷൻ അല്ലെങ്കിൽ വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ തമിഴ്നാട്ടിൽ BJP ഒരു വിജയക്കൊടി പാറിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അതിന് വളരെ സാധ്യതയുണ്ട്. കാരണം തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തിനും തമിഴ്നാടിൻ്റെ സാമൂഹ്യ രംഗത്തിനൊക്കെ വലിയൊരു പ്രത്യേകതയുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിലുള്ള ആളുകൾ ജാതിപരമായിട്ടുള്ള ഏറ്റവും കൂടുതൽ വിവേചനം നേരിട്ട സ്ഥലം തമിഴ്നാടാണ്. ഒരുപക്ഷെ കേരളത്തെക്കാൾ വളരെ കൂടുതലാണത്. കാരണം പ്രത്യേകിച്ച് അവിടെ ഈ ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ കേന്ദ്രമായിരുന്നു തമിഴ്നാട്. അതിന് പേരിൽ നിരവധി പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ പിന്നാക്ക സമുദായക്കാരെന്ന് പറയുന്ന ആളുകൾ ഞങ്ങൾ ദ്രവീഡരാണ് എന്നുള്ള ഒരു വലിയൊരു പോർവിളി ഒരു പോർമുഖം തുറന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അണ്ണാദുരിയും അതേപോലെ തന്നെ EV രാമസ്വാമി നായ്ക്കരൊക്കെ ആ ഒരു പാതയിൽ കൂടി വന്നവരാണ്. അവരൊക്കെ ഇടക്കാലത്ത് അവർ ചില സമയത്ത് ഞങ്ങൾ ഹിന്ദുക്കളല്ലാന്ന് പോലും പറയാൻ വേണ്ടി തുടങ്ങിയിരുന്നു. സത്യത്തിൽ അങ്ങനെയായിരുന്നില്ല. EV രാമസ്വാമി നായ്ക്കരുടെയൊക്കെ ആദ്യകാലത്ത് പ്രസംഗങ്ങളിൽ അദ്ദേഹം വൈക്കത്ത് വന്നിട്ടുണ്ട്. 1924 ജൂണോ ജൂലൈ മാസത്തിലും മറ്റാണ് അദ്ദേഹം ഇവിടെ വൈക്കത്ത് വന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം എൻ്റെ കയ്യിലുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത്, വൈക്കത്ത് ഹിന്ദുക്കളെ നോക്കിയിട്ട് അദ്ദേഹം പറയുന്നത്, അന്ന് ആ സമയത്ത് മഹാത്മജി ഒരു തീരുമാനമെടുത്തു, വൈക്കം സത്യാഗ്രഹത്തിൽ അഹിന്ദുക്കളായിട്ടുള്ളവർ കടക്കാൻ പാടില്ല. കോൺഗ്രസ് നേതാവായിരിക്കുന്ന ജോർജ് ജോസഫിനോട് അവിടെ നിന്ന് മാറിയിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ഗാന്ധിജി. അതിന് മഹാത്മജി പറയുന്നൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സമരം ഹിന്ദുക്കളുടെ സമരമാണ്, ഹിന്ദുക്കളുടെ അനാചാരത്തിനെതിരെയുള്ള സമരമാണ്, അതുകൊണ്ട് ഹിന്ദുക്കളിൽ നിന്ന് നേതൃത്വം കൊടുക്കണം. ഇതിനെ പിന്താങ്ങിയ ആളാണ് EV രാമസ്വാമി നായ്ക്കർ ഇവിടെ വന്ന സമയത്ത് നായ്ക്കർ പറഞ്ഞത് മഹാത്മാഗാന്ധി നമ്മുടെ മുമ്പിൽ വെച്ച മുദ്രാവാക്യം, ആ മുദ്രാവാക്യം വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. അതുകൊണ്ട് ഇതിന് പരിഹാരം കണ്ടെത്തേണ്ടത് ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരാണെന്ന് വൈക്കത്ത് വെച്ചിട്ട് രാമസ്വാമി നായ്ക്കർ പറയുന്നുണ്ട്. അതേ രാമസ്വാമി നായ്ക്കർ വേറെ പുസ്തകം കൂടി നടത്തുന്നുണ്ട്. അവിടെ ഹിന്ദുക്കളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഹിന്ദുക്കളുടെ ജനസംഖ്യ എല്ലാ വർഷവും 5% വെച്ച് കുറയുന്നു, ക്രൈസ്തവ ജനസംഖ്യ 15 മുതൽ 25% വരേക്കും വർദ്ധിക്കുന്നു, മുസ്ലിം ജനസംഖ്യ 5% വർദ്ധിക്കുന്നു. എന്താണതിന് കാരണം? ഹിന്ദു പുരുഷന്മാർ വിവാഹം കഴിക്കുന്നില്ലേ, ഹിന്ദു സ്ത്രീകൾ പ്രസവിക്കുന്നില്ലേ, എന്നിട്ട് എന്തുകൊണ്ട് ജനസംഖ്യ കുറയുന്നു എന്നുള്ളത് നിങ്ങൾ പഠിക്കേണ്ടതാണ് എന്ന് പറഞ്ഞത് EV രാമസ്വാമി നായ്ക്കരാണ്. അപ്പോൾ EV രാമസ്വാമി നായ്ക്കർ നമ്മൾ ധരിക്കുന്ന പോലെയുള്ള ഒരു ആൻറ്റി ഹിന്ദു ആണെന്നുള്ള അഭിപ്രായം എന്നെ സംബന്ധിച്ചില്ല. പക്ഷേ അദ്ദേഹം എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ വന്ന സമയത്ത് അദ്ദേഹം കുറച്ചും കൂടി വ്യത്യസ്തനായി എന്ന് മാത്രമല്ല, അനുബന്ധമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകത്തിൻ്റെ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത്, രാമനാഥൻ എന്ന് പറയുന്ന നമ്പൂതിരിയല്ല ബ്രാഹ്മണൻ, ആ ബ്രാഹ്മണനാന്ന് പറഞ്ഞാൽ ജോലി കിട്ടൂല, അതുകൊണ്ട് രാമനാഥനായി എന്നുള്ളതിൻ്റെ ചരിത്രം എഴുതിയതും EV രാമസ്വാമി നായ്ക്കരാണ്. അങ്ങനെയൊക്കെയുള്ള പ്രത്യേക തമിഴ്നാട്ടിനുണ്ട്. ഈ തമിഴ്നാട്ടിലാണ് പലപ്പോഴും ചില പിന്നാക്ക സമുദായങ്ങൾ അവരുടെ ജീവസന്ധാരണത്തിൻ്റെ ഭാഗമായിട്ട് തങ്ങൾ ദ്രാവിഡന്മാരാണ് എന്നുള്ള പ്രചാരം നടത്തുകയാണ്. ഇത് EV രാമസ്വാമി നായ്ക്കരും അണ്ണാദുരയൊക്കെ സമൂഹത്തിന് മുമ്പിലേക്ക് വെച്ച ഏറ്റവും വലിയ ചില തുരുപ്പ് ചീട്ടുകളായിരുന്നു അത്, ചില കാർഡ്സ് ആയിരുന്നു അത്. ആ കാർഡുകൾ സത്യസന്ധമായിട്ട് ഏറ്റു. അതിൻ്റെ ഫലമായിട്ട് നമ്മൾ വേറെ ഒന്ന് മനസ്സിലാക്കണം, കേരളത്തിൽ വ്യാപകമായിട്ട് ക്രിസ്ത്യാനികൾ മതപരിവർത്തനം നടത്തി, മുസ്ലിങ്ങൾ മതപരിവർത്തനം നടത്തിയിരുന്നു. തമിഴ്നാട്ടിൽ അത്രയും സംഭവിച്ചില്ലല്ലോ. തമിഴ്നാട്ടിൽ മതപരിവർത്തനം വളരെ കുറവാണ്. എന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്നത് തമിഴ്നാട്ടിലല്ലേ? തമിഴ്നാട്ടിലാണ്. 3% വരുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി അവിടുത്തെ രാഷ്ട്രീയ പാർട്ടി, അതിപ്പോൾ DMK ആണെങ്കിലും DMK ആണെങ്കിലും ഈ രണ്ട് കൂട്ടരും അവർക്ക് വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട്. എന്നാൽ BJP മാത്രമാണ്, എന്നാൽ BJP അതിനു വേണ്ടി അല്ലെങ്കിൽ ഹിന്ദുവിനെ സഹായിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന പല കാര്യങ്ങൾ വരുമ്പോഴും അവരോട് പറയുന്ന ഒരൊറ്റ ഇത്, ഒരു ഹിന്ദി അല്ലെങ്കിൽ ഹിന്ദി സമവാക്യം, അതായത് ഹിന്ദി എന്ന ഭാഷയെ അതായത് BJP ഒരു ഒരു ആര്യപക്ഷത്താണെന്നാണ് പറഞ്ഞൊരു തെക്കേ ഇന്ത്യ അങ്ങ് ഇന്ത്യയെ തന്നെ രണ്ടായി പിളർക്കുന്ന രീതിയിൽ തമിഴ്നാട് ഉപയോഗിക്കുന്നില്ലേ ഈ ഭാഷയെ? അല്ല, തീർച്ചയായിട്ടും അവരെങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. അവര് ദ്രവീഡിയൻ ഭാഷ, തമിഴ് ഭാഷ വിശ്വോത്തര ഭാഷയാണ്. അതിനകത്ത് എല്ലാത്തിനും അവരിപ്പോൾ എല്ലാ വാക്കുകൾക്കും
തമിഴ് വാക്കുകൾ കൊണ്ടിരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ തമിഴിലൊരു 7-8 ലക്ഷം വാക്കുകൾ തമിഴിലുണ്ട്. മലയാളത്തേക്കാൾ വളരെ വളരെ ഇരട്ടിയാണത്. കമ്പ്യൂട്ടറിന് വരെ അവർ തമിഴ് വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. മൗസിന് ഉപയോഗിക്കുന്ന ഒരു തമിഴ് വാക്ക്, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിന് തമിഴ്നാട്ടുകാരന് വേറെ വാക്കുണ്ട്. എന്ന് വെച്ചാൽ ആംഗ്ലേയ പദം പോലും ഉപയോഗിക്കാതെ കണ്ട് എല്ലാത്തിനും തമിഴ് പദങ്ങൾ ഉപയോഗിക്കുന്ന തമിഴ്നാട്ടുകാരൻ്റെ സ്വഭാവമുണ്ട്. ഇതൊക്കെ പോഷിപ്പിച്ചത് ഈ പറയുന്ന ദ്രവിഡിയൻ പാർട്ടികൾ തന്നെയാണ്. അതായത് ജയലളിതയായിരുന്ന അണ്ണാ DMK ആണെങ്കിലും കൊള്ളാം, DMK ആണെങ്കിലും കൊള്ളാം, അവർ രണ്ടുപേരുടെ ലക്ഷ്യം ഈ പ്രധാനപ്പെട്ട ദ്രവീഡിയൻ കൺസെപ്റ്റിനെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ നേതാക്കന്മാരുടെ എല്ലാം സ്കൂളുകളും ഇപ്പൊ പുതിയ പാർട്ടിയുടെ നേതാവായ വിജയ് പോലും അദ്ദേഹത്തിന്റെ സ്കൂളുകൾ പോലും ഹിന്ദി CBSE സ്കൂളുകളാണ് തമിഴ്നാട്ടിലുള്ളത്. സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. അവർ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണെന്ന് മാത്രമല്ല, ഇപ്പൊ അവർക്ക് തന്നെ ബോധ്യം വരുന്ന വസ്തുതയുണ്ട്. അവർ ആദ്യകാലത്ത് കിടന്ന് 1963-64 സമയത്ത് ഹിന്ദി ചില ഭാഷാ വിദ്യാലയങ്ങൾ അവിടെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിരുന്നു, CBSE സ്കൂൾസ്. ആ സമയത്ത് അവർ വിളിച്ചിരുന്ന മുദ്രാവാക്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് ഇന്ത്യയുടെ ഇടക്കാല പ്രധാനമന്ത്രി ഗുരുസലാൽ നന്ദയായിരുന്നു, അന്ന് അണ്ണാദുരൈ ആയിരുന്നു അവിടുത്തെ മുഖ്യമന്ത്രി. അന്ന് അദ്ദേഹം വിളിച്ച മുദ്രാവാക്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നന്ദ കിടന്ന് കുരച്ചാലും ശരി ഹിന്ദി ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട എന്ന് മുദ്രാവാക്യം വിളിച്ചവരാണ് തമിഴ്നാട്ടുകാർ. അത്രയ്ക്കും ഒരു കടുത്ത ഹിന്ദി വിരോധം അവരിൽ ഉണ്ടാക്കാനായിട്ടുള്ള പരിശ്രമം എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അത് നിർഭാഗ്യവശാൽ കോൺഗ്രസ്സുകാരും അതിനെ ഒരു ഏറിയ പങ്കും അതിന് സഹായിച്ചെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പം അങ്ങനെയൊക്കെ ഒരു ഹൈന്ദവ വിരുദ്ധമായ, ഹിന്ദു വിരുദ്ധമായ, ഭാരത വിരുദ്ധമായ ചില സിദ്ധാന്തങ്ങൾ കൊണ്ടുവന്ന് അവിടുത്തെ പൊതുസമൂഹത്തെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ബോധപൂർവമായിട്ട് പരിശ്രമം നടത്തിയിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ പരിശ്രമം നടത്തുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത, അവിടെ സാധാരണ ജനങ്ങളിൽ ഈ പറയുന്ന കൺസെപ്റ്റ്സ് ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളുള്ള ഭൂമി ഏതാണ്? കോവിലുകളെന്നാണ് പറയുക. എല്ലാ തെരുവുകളിലും കോവിലുകളുണ്ട്. എല്ലാ തെരുവുകളിലും കോവിലുകളുണ്ട്. ആ കോവിലുകളിൽ എല്ലാവരും പോകുന്നുണ്ട്. അവിടെ എല്ലാവർക്കും അർച്ചന നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കേരളത്തെ പോലെയല്ല. കേരളത്തിലാണ് മലയാളി ബ്രാഹ്മണർ വന്നിട്ടാണ് കേരളത്തിൽ നിങ്ങൾ ക്ഷേത്രത്തിൽ ശ്രീകോവിലിനടുത്ത് ഞങ്ങൾ നമ്പൂതിരിമാർ മാത്രമേ കയറാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത് ഇവരാണ്. മറിച്ച് തമിഴ്നാട്ടിൽ അങ്ങനെ ആയിരുന്നില്ല. തമിഴ്നാട്ടിൽ ധാര നടത്താൻ വേണ്ടിയിട്ട് സാധാരണ ഹിന്ദുവിന് അവകാശം ഉണ്ടായിരുന്നു. ഇന്ന് മാത്രമല്ല, ക്ഷേത്രപ്രവേശന വിളംബരം കേരളത്തിൽ തുടങ്ങുന്നത് 1936-ലാണ്. 1917-18 സമയത്തിന് തമിഴ്നാട്ടിൽ ആരംഭിച്ചു. തമിഴ്നാട്ടിൽ നിയമസഭയിൽ പ്രത്യേക പ്രമേയം പാസ്സാക്കിയിരുന്നു അവിടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ അനുവദിച്ചുകൊണ്ട്. സഞ്ചാര സ്വാതന്ത്ര്യം കേരളത്തെ പോലെ തന്നെ അത്രയും തടസ്സപ്പെട്ടിരുന്നില്ല. എന്ന് വെച്ചാൽ തമിഴ്നാട് എല്ലാ കാര്യത്തിലും കേരളത്തെക്കാൾ ഒരുപടി കൂടി മുന്നോക്കം നിൽക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധ അവരെ സംബന്ധിച്ചുണ്ടായിരുന്നു. പക്ഷെ അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തിയത് ഈ പറയുന്ന ദ്രവീഡിയൻ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസാണ്. DMKയും അണ്ണാ DMKയൊക്കെയാണ്. അതിലേക്ക് ഒരു ചെറിയ ശതമാനം ജയലളിതയുടെ നേതൃത്വത്തിലേക്ക് വന്ന സമയത്ത് ജയലളിത ഒരു പരിധിവരയ്ക്ക് ഒരു ഹിന്ദുപക്ഷവാദിയായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവരാണ് ശങ്കരാചാര്യർക്ക് വേണ്ടി സംസാരിച്ചതാണ്. ഇതേ ശങ്കരാചാര്യാണ് പഴയകാലത്ത് BJPയും DMK തമ്മിലുള്ള സഖ്യത്തിന് എതിരായിട്ട് ജയലളിതയായിട്ട് സഖ്യത്തിനൊരു പരിശ്രമം നടത്തിയതും അവർ തന്നെയാണ്. ഒരു സമയത്ത് BJPയും DMKയുടെ സഖ്യം ഉണ്ടായിരുന്നു. ആ സഖ്യത്തേക്ക് ഏകദേശം ഒരു അരിക്കാക്കി കൊടുത്തത് ശങ്കരാചാര്യരാണ്. അത് പറയാണ്ടിരിക്കാൻ പറ്റൂല. അപ്പം അങ്ങനെയുള്ള ശങ്കരാചാര്യെ തന്നെ പിൽക്കാലത്ത് അറസ്റ്റ് ചെയ്തത് ജയലളിതയാണ്. ഇതൊക്കെ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ചരിത്രം വളരെ രസകരമായുള്ള ചരിത്രമാണ്. ഇത് ഒരു ആശയാടിസ്ഥാനത്തിലായിരുന്നു, ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് പറയാൻ വേണ്ടി സാധ്യമല്ല. കാരണം ഇന്ന് കാണുന്ന രാഷ്ട്രീയം നാളേക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു പ്രവർത്തനം അവരെ ജയലളിത അടക്കമുള്ള, കരുണാനിധി അടക്കമുള്ള പലരെ സംബന്ധിച്ചുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടുത്തെ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചത് പലപ്പോഴും സിനിമയാണ് നിയന്ത്രിച്ചത്. ഇപ്പോൾ കരുണാനിധി ഒന്നാം തരം തിരക്കഥാകൃത്താണ്. അണ്ണാദുരൈ സിനിമാ രംഗത്ത് നിന്ന് വന്നിട്ടുള്ള ആളാണ്. പിന്നെ MGR വന്നു, സിനിമാ രംഗത്താണ്. ജയലളിത സിനിമാ രംഗത്താണ്. മിക്കവാറും എല്ലാവരും സിനിമാ രംഗത്തുള്ള അഭിനേതാക്കളോ അല്ലെങ്കിൽ തിരക്കഥാകൃത്തുക്കളോ ഡയറക്ടർമാരോ ഒക്കെ ആയിരുന്നു എന്നുള്ളതാണ് വസ്തുത. സിനിമാ രംഗമായിരുന്നു തമിഴ്നാടിനെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത്. അതിനോടൊപ്പം തന്നെ ഈ ഒരു ദ്രവീഡിയൻ കൺസെപ്റ്റും അവരെ സംബന്ധിച്ച് തമിഴ്നാട് ഒരു പ്രത്യേക രാജ്യമാണെന്ന് വരുത്തി തീർക്കുന്ന കാര്യത്തിൽ അക്കാലത്ത് കോൺഗ്രസ്സുകാർ സഹായിച്ചിരുന്ന കാര്യത്തിൽ വരെ അതുകൊണ്ടാണ് അവിടെ അങ്ങനെ സങ്കല്പം വന്നത്. പക്ഷേ ഏതാണെങ്കിലും അടിസ്ഥാനപരമായി തമിഴ്നാടിൻ്റെ സ്വഭാവം പലപ്പോഴും ഹൈന്ദവ ദർശനങ്ങൾ ഊന്നിക്കൊണ്ടുള്ളതാണ്. അത് BJPക്ക് ഇപ്പം അനുകൂലമായിട്ടല്ലേ വരുന്നത്? ഒരു സംശയ കരുതില്ല. ഇത് ഒരു നല്ല നേതാവ് കൂടി വന്നപ്പോൾ, അണ്ണാമലയെ പോലെയുള്ള മികച്ചൊരു നേതാവ് വന്നതിന് ശേഷം തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ പരാജയപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വോട്ടിൻ്റെ ശതമാനത്തിൽ കാര്യമായിട്ടുള്ള വർധന വന്നിട്ടുണ്ടാവില്ല. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും തമിഴ്നാട്ടിൽ കാര്യമായിട്ടുള്ള മാറ്റമുണ്ട്. ഈ മാറ്റത്തിന് തമിഴ്നാട്ടിൽ അടിസ്ഥാനപരമായിട്ട് വേണ്ടത്
സംഘപ്രസ്ഥാനങ്ങൾ മാത്രമായിരിക്കില്ല, അവിടെ ജാതി സമവാക്യത്തിന് മാറ്റം ഉണ്ടാവണം. അവിടെ ഒരു ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്ന് പറയുന്ന സംവിധാനത്തിന് അവിടെ ഒരു സ്പേസും ഇല്ല. അവിടെ എല്ലാവരും കൂടി ഒന്നിച്ച് നിൽക്കുക തന്നെ വേണം. ഒന്നിച്ച് നിന്നില്ല ആർക്കും രക്ഷയുണ്ടാവില്ല. ആ തിരിച്ചറിവ് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇദ്ദേഹത്തിന് അണ്ണാമലയുടെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് എനിക്ക് തോന്നുന്നതാണ്. ഒരു ശക്തനായിട്ടുള്ള നേതാവ്, ഒരു പഴയ IPS ഓഫീസർ, നിരന്തരം യാത്ര ചെയ്യാൻ പ്രയാസമില്ലാത്ത ആരോഗ്യസ്ഥിതിയുള്ള ആൾ, എല്ലാ സ്ഥലത്തേക്കും കടന്നു ചെല്ലുന്ന ആൾ, കൃത്യമായിട്ടുള്ള ആശയ വീക്ഷണങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്ന ആൾ. അപ്പോൾ അദ്ദേഹത്തെ പൊതുസമൂഹം അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം കോയമ്പത്തൂരിൽ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഒരു സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് നോക്കിയാൽ തന്നെ നമുക്കറിയാം, കോയമ്പത്തൂരിൽ അദ്ദേഹം നിന്ന ഏരിയയിലെ കണക്കെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ SDP-യുടെ ഒരു കോട്ടയാണ് കോയമ്പത്തൂർ. നമുക്ക് ഏതൊരു മലയാളികൾക്കും നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അതെ അതെ അതെ. എന്നിട്ടും അദ്ദേഹം നല്ല വലിയ വോട്ട് പിടിച്ചു എന്നുള്ള മാത്രമല്ല, അവിടെ കോയമ്പത്തൂർ അദ്ദേഹം ജയിക്കുക തന്നെ ചെയ്യും. ഇതിനു മുമ്പ് BJP-യുടെ ചരിത്രത്തിൽ അവിടെ നിന്ന് CP രാധാകൃഷ്ണനാണ് ജയിച്ചതെന്ന് എൻ്റെ ഓർമ്മ. അത് 1998-99 സമയത്തൊക്കെയാണ് അദ്ദേഹം ജയിച്ചത്. അന്ന് ജയിക്കാനുള്ള കാരണം അന്ന് DMK-യുടെ പിന്തുണയുണ്ട്. DMK-യുടെ പിന്തുണയോടുകൂടി കൊണ്ടാണ് ജയിച്ചത്. ഇപ്രാവശ്യം ആരുടെയും പിന്തുണയൊന്നുമില്ല. എന്നിട്ട് പോലും ഇത് അണ്ണാമല ഒരു വലിയ നിലയിൽ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ അദ്ദേഹത്തിന് സാധിച്ചു. എന്ന് വെച്ചാൽ BJP ഇന്ന് തമിഴ്നാടിനെ സംബന്ധിച്ച് ഒരു കരുത്തുറ്റ പ്രസ്ഥാനമാണ്. അതിന് ശക്തനായിട്ടുള്ള നേതാവുണ്ട്. അതിന് ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ജനങ്ങൾ ആ പ്രസ്ഥാനത്തിലേക്ക് വരുന്നുണ്ട്. അവിടുത്തെ അടിസ്ഥാനപരമായ ജനങ്ങളുടെ സ്വഭാവം അതവർ നാസ്തികരൊന്നുമല്ല, അവർ ആസ്തികർ തന്നെയാണ്. ക്ഷേത്രവിശ്വാസികളാണ്, ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടുന്നവരാണ്, ഹൈന്ദവ ദർശനങ്ങൾ അംഗീകരിക്കുന്നവരാണ്, ഭാരതീയ ദർശനങ്ങൾ അവരുടെ പാരമ്പര്യം സുബ്രഹ്മണ്യ ഭാരതിയുടെ പാരമ്പര്യമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഏറ്റവും കൂടുതൽ വലിയൊരു തേര് തെളിച്ചിട്ടുള്ള ആളാണ് സുബ്രഹ്മണ്യ ഭാരതി. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഡിസംബർ മാസം 11-ാം തീയതിയാണ്. ഇന്ത്യയിലെ ഭാഷാദിനം കൂടിയാണത്, മാതൃഭാഷാദിനം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അങ്ങനെയൊക്കെ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന സുബ്രഹ്മണ്യ ഭാരതി, അദ്ദേഹത്തിന് ജന്മം കൊടുത്ത ഭൂമിയാണ് തമിഴ്നാട്. ആ തമിഴ്നാട് ഒരു കാരണവശാലും ഇത്തരം, അതുപോലെ തന്നെ ഇവർ നാച്ചിയാരെ പോലുള്ളൊരു ഒരു വനിതയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് രണാങ്കണത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ള നാച്ചിയാരുടെ ഭൂമിയാണത്. അവിടെയോ ഇതൊന്നും അംഗീകരിക്കില്ല അവർ. അവിടെ തീർച്ചയായിട്ടും ഒരുപക്ഷെ നേതൃത്വത്തിൻ്റെ അഭാവം കൊണ്ടായിരിക്കാം പഴയ കാലത്ത് ഈ പറയുന്ന DMK-യും അണ്ണാ DMK-യൊക്കെ നേതൃത്വത്തിൽ വന്നിട്ടുണ്ടാവുക. പക്ഷേ ശക്തമായുള്ള നേതൃത്വം ഉള്ളതിൻ്റെ പേരിൽ എനിക്ക് ഒരു സംശയവുമില്ല, തമിഴ്നാടിനെ സംബന്ധിച്ച് അവിടെ ഹൈന്ദവ പ്രസ്ഥാനങ്ങൾക്ക് നല്ല സാധ്യതയുണ്ട്, BJP-ക്ക് സാധ്യതയുണ്ട്. അണ്ണാമലയെ പോലുള്ളൊരു കരുത്തുറ്റ നേതാവുള്ളതിൻ്റെ പേരിൽ ആ പ്രസ്ഥാനത്തിന് തമിഴ്നാടിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് ഒരു വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. തീർച്ചയായും BJP-ക്ക് തമിഴ്നാട്ടിൽ നല്ലൊരു വേരോട്ടം അണ്ണാമലയുടെ നേതൃത്വത്തിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. തീർച്ചയായിട്ടും. നമസ്കാരം.